Warm greetings, ladies and gentlemen, boys and girls. Thank you for the invite. My special thanks to Anish. Thank you, Maya. I also want to thank Nisha for giving me the tea. And thank you, ladies and gentlemen, for coming. Ellarkum ente namaskaram. I was so happy to see the programs out here. When Anish called me, I asked like, endana ee school inde pratyekada? Appam Anish told me like, this school is this, itrayum idokkeyanu ee school inde pratyekada ennu Anish parnapam I felt very happy. In fact, I really felt happy. Children become teenagers, and from teenagers they become adults. And നമ്മൾക്ക് ചുറ്റും കാണുന്നുണ്ട് അവരുടെ ബിഹേവിയേഴ്സ് എത്ര ബാഡ് ആണ്. The way they behave, the way they treat the parents, the way they do things in the society, എല്ലാം it is really നമ്മൾ പറയത്തില്ലേ ഭയാനകമായ ഒരു സിറ്റുവേഷനാണ്. ശരിക്കും ഭയാനകമായ ഒരു സിറ്റുവേഷനാണ്. സോ അങ്ങനെയുള്ളിടത്ത് ഇതുപോലത്തെ സ്കൂൾസ് ഡെവലപ്പ് ചെയ്യുന്നത് ഇസ് വെരി നൈസ്. When I was a child, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്, സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ എൻ്റെ തലയുടെ മേളിൽ കൂടി പോയിക്കൊണ്ടിരുന്നത്. ഓണസ്റ്റ്ലി ഒക്കെ എൻ്റെ തലയുടെ മേളിൽ കൂടി പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ക്ലാസ്സസ് എന്ന് പറയുന്നത്, അന്ന് ഞാൻ പുറത്താണ് പഠിച്ചത്. അപ്പം അവിടെ അന്നത്തെ സ്കൂളിൽ ഫുൾ അക്കാഡമിക്സ് അല്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നീഡിൽ ആൻഡ് ത്രെഡ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. നീഡിൽ ആൻഡ് ത്രെഡ് സ്റ്റിച്ചിങ് പഠിപ്പിക്കുമായിരുന്നു. നീഡിൽ ആൻഡ് ത്രെഡ് ക്ലാസ്സസ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന പെയിന്റിങ് ക്ലാസ്സസ് ആയിരുന്നു. ഇതൊക്കെ മസ്റ്റായിരുന്നു, മാൻഡേറ്ററി ആയിരുന്നു. നീഡിൽ ആൻഡ് ത്രെഡ്, പെയിന്റിങ് ക്ലാസ്സസ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നതാണ് PT, ഫിസിക്കൽ ട്രെയിനിങ്. വെളിയിൽ പോയി ആക്ടിവിറ്റീസ്, സ്പോർട്സ്. ആൻഡ് Kho വാസ് മൈ സ്ട്രെങ്ത്. ത്രോ ബോൾ വാസ് മൈ സ്ട്രെങ്ത്. I loved cultural activities. ഡാൻസ് കളിക്കാൻ ഇഷ്ടമായിരുന്നു, പാട്ട് പാടാൻ ഇഷ്ടമായിരുന്നു, പഠിക്കാൻ മാത്രം എന്നോട് പറയാം. This was what I was when I was young. I never liked to open my book. ഞാൻ വീട്ടിൽ വന്നാലും എപ്പോഴും പാട്ട്, ഡാൻസ് ഒക്കെ ആയിരുന്നു എപ്പോഴും എൻ്റെ തലയിൽ കൂടെ. എൻ്റെ ബെഡ്റൂമിൽ ഒരു വലിയ കണ്ണാടി ഉണ്ടായിരുന്നു. മമ്മിയും ഡാഡിയും വലിയൊരു കണ്ണാടി ഒരു വോളെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ ഈ കണ്ണാടിയുടെ മുന്നിൽ വന്നിരുന്ന ഡാൻസ് കളിക്കുക, പാട്ട് ഉറക്കെ വിളിച്ചിട്ട് ഡാൻസ് കളിക്കുക. ചീപ്പായിരിക്കും എൻ്റെ മൈക്ക്, ഇങ്ങനൊരു ചീപ്പ് പോലൊക്കെ വെച്ചിട്ട് ഐ വാസ് ലൈക്ക് എൻജോയിങ് ദാറ്റ്. ഐ വാസ് ബ്ലെസ്ഡ് വിത്ത് പേരൻസ് ഹു നെവർ ഫോഴ്സ്ഡ് മീ ടു സ്റ്റഡി. പഠിക്കുക, ജയിക്കണം, പഠിക്കുക. അവരുടെയൊക്കെ മക്കളെ കണ്ടില്ലേ, അവരുടെ അത്രയും മാർക്ക് മേടിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഒരിക്കലും എന്നെ നിർബന്ധിക്കുന്ന ഒരു പേരൻസ് അല്ലായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോയത്. ഇല്ലെങ്കിൽ ഞാൻ എന്ത് പഠിത്തത്തെ ഞാൻ വെറുത്തു പോയത്. ആക്ച്വലി സ്പീക്കിംഗ്, ദേ ഹെൽപ്ഡ് മീ ഡു തിങ്സ് ദാറ്റ് ഐ ലൈക്ക്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർ എന്നെ സഹായിച്ചു. മീൻസ് എന്നെ എല്ലാം ചെയ്തു. ഇടയ്ക്ക് പറയും പഠിക്കാനൊക്കെ പറയും എന്നല്ല, പക്ഷെ ഇതൊക്കെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് മനസ്സിലാക്കി. പക്ഷെ ഞാൻ ഇപ്പോഴും അവരോട് പറയുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ട്, അന്ന് നിങ്ങൾ എന്നെ ആ പാട്ടും ഡാൻസൊക്കെ പഠിച്ചിട്ട് ഞാൻ എവിടെയായെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഞാനത് പറഞ്ഞു വരുന്നത്, എത്ര നല്ല പേരൻസ് ആണെങ്കിലും, എന്തെല്ലാം പേരൻസ് മക്കൾക്ക് വേണ്ടി ചെയ്താലും പേരൻസ് പഠിക്കണം കൂടുതലായിട്ട്. നമ്മളെല്ലാം ഇവിടെ മക്കളെ കുറിച്ച് പറഞ്ഞു. We told that children should study, children should do this, we should entertain children to touch nature. നേച്ചറായിട്ട് ടച്ച് ചെയ്യാൻ നമ്മൾ സ്റ്റുഡൻസിനെ, പിള്ളേരെ എൻകറേജ് ചെയ്യണം. ഞാനിവിടെ കണ്ടു, they were taught even to cook food. ഭക്ഷണം ഉണ്ടാക്കാനായിട്ടൊക്കെ അവരെ പഠിപ്പിക്കാനായിട്ട്, ക്രിയേറ്റീവായിട്ട് പ്രോജക്ട്സ്, ഡിഫറെന്റ് പ്രോജക്ട്സ്, അവരുടെ മെമ്മറി സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഡിഫറെന്റ് പ്രോജക്ട്സ് ഒക്കെ സമ്മതിച്ചു. ഒക്കെ നല്ലതാണ് സ്കൂളിൽ. ബട്ട് ദിസ് ഹാസ് ടു കണ്ടിന്യൂ. സ്കൂളിന്റെ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല കുട്ടികളെ വളർത്തുക എന്നുള്ളത്. ദ ഫസ്റ്റ് സ്കൂൾ, ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് വീട്ടിൽ നിന്നാണ്.
വീടാണ് ഒരു കുട്ടിയുടെ ഫസ്റ്റ് സ്കൂൾ. പേരൻസ് ഒരിക്കലും നമ്മൾ ആരും ബോൺ പേരൻസ് അല്ല, അല്ലേ? നമ്മൾ ജനിച്ചപ്പം താഴെ പേരന്റൽ സ്കിൽസ് ഉള്ള ആൾക്കാരല്ല. നൺ ഓഫ് us ആരും. ആദ്യത്തെ കുട്ടി ഉണ്ടാവുമ്പോഴാണ് യു ബിക്കം എ മദർ, ഒരമ്മയാകുന്നത്. ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോഴാണ് യു ബിക്കം എ ഫാദർ, ഒരു ഡാഡ് ആകുന്നത്. പിന്നെ ഒക്കെ കുറെയൊക്കെ ഒരു ട്രയൽ ആൻഡ് എറർ ആണ്, അല്ലേ? എന്റെ ജീവിതത്തില് ഞാൻ എന്ത് പഠിച്ചു, എന്നെ എങ്ങനെ ബ്രോട്ടപ്പ് ചെയ്തു, ഏകദേശം അതുപോലൊക്കെ, അല്ലെങ്കിൽ ഇച്ചിരൊക്കെ പഠിച്ച് അടുത്ത ജനറേഷന് എന്റെ കുട്ടികളെ ഞാൻ ബിൽഡപ്പ് ചെയ്യും. ഇതല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ കുട്ടികളെയും കൊണ്ട് ചെയ്യിപ്പിക്കും. നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ മേലാത്ത, ആസ് ഡോക്ടർ അനീഷ് സെഡ്, നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ മേലാത്തതൊക്കെ വി ട്രൈ ടു മേക്ക് a child do it. നമ്മുടെ കുട്ടികളെയും കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. ടുഡേസ് മെസ്സേജ് ഇസ് ഫോർ ദ പേരൻസ് ഔട്ട് ഹിയർ. സ്കൂളിന്റെ നല്ല ഇതൊക്കെ നമ്മൾ കേട്ടു, കുറെ സ്കൂളിന്റെ എല്ലാം കേട്ടു. ബട്ട് ഫോർ ദ പേരൻസ്, എനിക്ക് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട പേരൻസിനെയാണ്. Because as a psychologist, I have children, I have teenagers, I have people coming into my clinic for counseling, for sessions, saying I have a very bad experience in my childhood. എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് വളരെയേറെ ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ട്. സോ അതിന്റെ ഒരു ട്രോമ കുട്ടികളുടെ ഉള്ളിൽ എപ്പോഴും കിടക്കും. അതിങ്ങനെ മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യും. സോ what is education basically? Education എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ എല്ലാം മനസ്സിൽ എന്താണ് എഡ്യൂക്കേഷൻ? സ്കൂളിൽ പഠിപ്പിക്കുന്നത് മാത്രമാണ് എഡ്യൂക്കേഷൻ? എന്താണ് എഡ്യൂക്കേഷൻ? Who can just tell me what is education from the parent side? ഒന്ന് പറയാവോ? ആർക്കെങ്കിലും പറയാം എന്താണ് എഡ്യൂക്കേഷൻ? ലേണിംഗ് ആൻഡ് അൺലേണിംഗ്. What do you mean by unlearning? എന്താണ് അൺലേണിംഗ് ഉദ്ദേശിച്ചത്? Corrected a little bit. Part of it is okay. Is that അത് മാത്രമാണ് എഡ്യൂക്കേഷൻ? ഞാനിത് പറയുന്നത് പേരൻസ് നിങ്ങൾ തിങ്ക് ചെയ്യണം. പേരന്റിങ് അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. പേരന്റിങ് ഈസ് എ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്ക് കുട്ടികളുണ്ടോ, അത് റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. യു കാൺ ജസ്റ്റ് ലീവ് ദം ലൈക്ക് ദാറ്റ്. എനിക്ക് കേസസ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്. യു കാൺ ജസ്റ്റ് ലീവ് ദം ലൈക്ക് ദാറ്റ്. ഇവിടെ കണ്ട് കുട്ടികൾ ഡാൻസ് കളിച്ചു, കുട്ടികൾ കുക്കിംഗ് പഠിച്ചു. ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. That is not enough. Parents in the responsibility, very important. Parenting, very important. Education എന്ന് പറയുന്നത്, it is attaining knowledge. നമുക്ക് knowledge കിട്ടുന്നതാണ്. നോളജിനെ എങ്ങനെ വിസ്ഡം ആക്കുന്നു, നോളജിനെ ജ്ഞാനത്തെ എങ്ങനെ പരിജ്ഞാനമാക്കുന്നു. പിന്നെന്തോ എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ ഈസ് ഡെവലപ്പിംഗ് എ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെന്താ എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ ഇസ് ഗെറ്റിംഗ് വാല്യൂസ് എടുക്കുന്നതാണ് എഡ്യൂക്കേഷൻ. ഇതാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത്. പക്ഷെ what do we do? Most of us, what do we do? For us, education is only learning. പഠിത്തം. കൊച്ചിനെ ഡോക്ടർ ആക്കണം, കൊച്ചിനെ എഞ്ചിനീയർ ആക്കണം, കൊച്ചു സയന്റിസ്റ്റ് ആകണം, കൊച്ചു റോക്കറ്റ് ഓടിക്കണം, കൊച്ചു പ്ലെയിൻ ഓടിക്കണം, വാട്ട് എവർ. അതാണ് എഡ്യൂക്കേഷൻ ആണോ? എഡ്യൂക്കേഷൻ കൂടി ഇപ്പം നമ്മുടെ ജനറേഷൻസ് എല്ലാം ലഹരി മരുന്ന്, മക്കള് പേരൻസിനെ കൊല്ലുന്നു, അപ്പനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിപ്പിച്ച് നമ്മൾ എത്തിയിരിക്കുകയാണ്, കേരളം എത്തിയിരിക്കുകയാണ്. ഡു യു തിങ്ക് ദാറ്റ് ദിസ് ഇസ് ഡെവലപ്മെന്റ്? ഇതാണോ ഡെവലപ്മെന്റ്? മനുഷ്യനെ മനുഷ്യനായി കാണാനായിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ മനുഷ്യനായി കാണാനായിട്ട് ആ രീതിയിൽ വളർത്താൻ നമ്മൾക്ക് ഒത്തില്ലെങ്കിൽ നമ്മുടെ ഹോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് ഡൗൺ. ഇനിയും എഡ്യൂക്കേഷൻ പറഞ്ഞ സ്കൂളിൽ നിന്ന് മാത്രമല്ല, നമ്മളെല്ലാം നമ്മുടെ സ്കൂൾ സിസ്റ്റത്തെ കുറ്റം പറയും. സ്കൂളുകൾ ഇപ്പോഴത്തെ അങ്ങനെയാണ്. വൈ ഡു യു ലീവ് യുവർ ചിൽഡ്രൻ ടു ബി എഡ്യൂക്കേറ്റഡ് ഓൺലി ഫ്രം എ സ്കൂൾ? ഒരു സ്കൂൾ വേണം എന്റെ കുഞ്ഞിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നിർബന്ധം പഠിക്കുന്ന എന്തിനാ? എന്റെ സ്കൂളിൽ അങ്ങനെ പഠിപ്പിച്ചില്ല, ഇങ്ങനെ പഠിപ്പിച്ചില്ല, ടീച്ചേഴ്സ് അങ്ങനെ ബിഹേവ് ചെയ്തു, ഇങ്ങനെ ബിഹേവ് ചെയ്തു. ഇതിനെ ഫേസ് ചെയ്യാൻ
ചെയ്യാനായിട്ട് കുട്ടി ആദ്യം പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. ആ കുട്ടി വീട്ടിൽ നിന്നാണ് ഇതെല്ലാം പഠിക്കേണ്ടത്. ആ കൊച്ചിൽ ഒരു കുട്ടിയുടെ 7-8 വയസ്സ് വരെ വെരി ഇമ്പോർട്ടന്റ് ആണ്. 7 to 8 years of a child's life is very important. ആ പീരീഡില് നമ്മൾ വീട്ടിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നോ, നമ്മുടെ വീട്ടിൽ വാട്ട് എവർ വി ടോക്ക്, നമ്മുടെ വീടിന്റെ ഒരു എനർജി ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് വാട്ട് എവർ. നമ്മുടെ ഉള്ളിലുള്ള ഫൈറ്റ്സ്, ഹസ്ബൻഡ് വൈഫ് തമ്മിൽ ഫൈറ്റ്സ്, ഹസ്ബൻഡ് ആൻഡ് പേരൻസ് തമ്മിലുള്ള ഫൈറ്റ്സ്, ഇൻലോസ് തമ്മിലുള്ള ഫൈറ്റ്സ്, ഈ ഒരു നെഗറ്റീവ് എനർജി ഈ കുട്ടിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നുള്ള എത്ര പേരൻസ് ഓർക്കുന്നുണ്ട്? നമുക്ക് പല വീഡിയോസ് റീൽസ് ഒക്കെ കാണാം. ഒരു കുട്ടിയോട് പഠിക്കാൻ പറയുമ്പം ആ കുട്ടി കരഞ്ഞ് ആ പഠിക്കാൻ പറയുന്ന അമ്മയെ അബ്യൂസ് ചെയ്യുക, പോടി എന്നൊക്കെ പറഞ്ഞു. നിങ്ങളൊക്കെ വീഡിയോ കണ്ടു കാണും. നീ എന്നെ പഠിപ്പിക്കാൻ, നീ പോടി, അമ്മയോട് പറയുക കുട്ടി. ആ കുട്ടി ആ പറയുന്നത് ഈ അമ്മയോ ആരാണ്ട് വീഡിയോയിൽ ഇട്ടിട്ട് ഭയങ്കര മഹാസംഭവമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിരിക്കുകയാണ്. കുട്ടിയുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് തമാശ രീതിയിൽ. ഡു യു തിങ്ക് ദിസ് ഇസ് എ ജോക്ക്? ആ കുട്ടിയൊക്കെ വളർന്ന് എന്തായി തീരുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? Where a child do not know to respect a parent. റെസ്പെക്ട് ചെയ്യാൻ അറിയത്തില്ല. എവിടുന്ന് എങ്ങനെയാ കുട്ടി അത് പഠിക്കുന്നു? ഒരു അമ്മയെ പോടിയെന്ന് വിളിക്കാനായിട്ട് നീ ആരാടിയെന്ന് ഒരു അമ്മ, ഒരു കൊച്ചാ ചോദിക്കുന്നത്. 5-6 വയസ്സുള്ള കുട്ടികൾ ഒരു അമ്മയൊക്കെ അങ്ങനെ ചോദിക്കുന്നെങ്കിൽ എവിടുന്ന് പഠിക്കുന്നു? ആ കൊച്ചത് എവിടുന്ന് കേൾക്കുന്നു? ആലോചിക്കണം. അത് ആ വീടിന്റെ സംസാരമാണ്. നമ്മുടെ കുട്ടികൾ അറിഞ്ഞോ അറിയാതെ നമ്മളുടെ എനർജി എടുക്കും, നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും. Children imitate their parents. പിന്നെ ചോദിക്കരുത് നീ ഇതൊക്കെ എവിടുന്നാ പഠിച്ചോണ്ട് വരുന്നത്? വീട്ടിൽ നിന്ന് തന്നെയാ പഠിക്കുന്നത്. പിള്ളേർക്ക് ഈ എനർജി കിട്ടും. സോ ഫസ്റ്റ് തിങ് ഐ വോണ്ട് ടു ടെൽ ദ പേരൻസ്, നിങ്ങളുടെ വൈഫിനെ, നിങ്ങളുടെ ഹസ്ബൻഡിനെ, വൈഫ്സ് ആൻഡ് ഹസ്ബൻഡ്സ് നീഡ് ടു ഹാവ് എ മ്യൂച്വൽ റെസ്പെക്ട് ഫസ്റ്റ്. നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ആ കുട്ടി വളർന്നു വന്ന് ആ കുട്ടി സമൂഹത്തിനും മുമ്പോട്ടുള്ള ആ കുട്ടിയുടെ ഫാമിലിക്കും ഒക്കെ ഉപയോഗമാകണമെങ്കിൽ അത് കണ്ടു പഠിക്കുന്ന അതിന്റെ അപ്പന്റെയും അമ്മയുടെയും സ്നേഹത്തിൽ നിന്നാണ്. അപ്പനും അമ്മയും എങ്ങനെ വീട്ടിൽ ബിഹേവ് ചെയ്യുന്നു, ഹൗ ലവിങ് ആർ ദേ. ഇത് ഒച്ച വെക്കാന്ന് മാത്രമാണ് കുട്ടികൾക്ക്. എനിക്കറിയത്തില്ല, ഐ ആം ജസ്റ്റ് ആസ്കിങ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേരൻസിന് പറയാൻ നോക്കും എന്റെ കുട്ടികൾ ഞങ്ങളുടെ സ്നേഹം കണ്ടാ വളരുന്നെന്ന്? ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള സ്നേഹം കണ്ടാണ് കുട്ടി വളരുന്നെന്നല്ല. അങ്ങനെയുള്ള കുട്ടികൾ വലുതാകുമ്പോൾ അവരും അവരുടെ ഭാര്യയും അവരുടെ ഹസ്ബൻഡിനെ ഒക്കെ സ്നേഹിക്കാൻ പഠിക്കും, എങ്ങനെ സ്നേഹം കാണിക്കാൻ പഠിക്കും. ഇതൊക്കെയാണ് ബേസിക് എഡ്യൂക്കേഷൻ, ഫസ്റ്റ് ബേസിക് സ്റ്റെപ്സ്. ഒരു കുട്ടിയെ എങ്ങനെ കമ്പാഷൻ, എന്താ കുട്ടിക്ക് വാല്യൂസ് ഇമ്പാക്ട്. എനിക്ക് 45 minutes ഉള്ളൂ. ആക്ച്വലി ഐ ഹാവ് ലൈക്ക് ഒരു 1.5 പേപ്പർ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ബട്ട് എന്നോട് അന്വേഷിച്ച 45 minutes. അപ്പൊ ഐ എം ജസ്റ്റ് കട്ടിങ് ഇറ്റ് ഓഫ്. ഷോർട്ടായിട്ട് ഞാൻ പറയാം. വീടിനകത്ത് നമ്മൾ സംസാരിക്കുന്നത് വാച്ച്ഫുൾ ആകണം. ഇഫ് എ ഹസ്ബൻഡ് ഡസന്റ് റെസ്പെക്ട് ഹിസ് വൈഫ്, ആ കുട്ടിക്കും അതുപോലെ തന്നെ ഉണ്ടാവും. ഇഫ് എ വൈഫ് ഡസ് നോട്ട് ട്രീറ്റ് her husband with love and respect, the child will also learn and inherit the same energy in orthono. It's very important. The basics, ഏതൊരു കാര്യത്തിനും foundation is very important. Foundation, the ground on which we stand is very important for any system, be it a family or an education system. Anything, politics, എന്താണെങ്കിലും foundation is very important, and the foundation is from home. വീട്ടിൽ നിന്നാണ് ആ ഫൗണ്ടേഷൻ വരുന്നത്. എന്താണ് ഈ ഫൗണ്ടേഷൻ? നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ we said education is attaining knowledge. നോളജ് ഉണ്ടായാൽ പോരാ, നോളജിനെ വിസ്ഡം, ജ്ഞാനത്തെ പരിജ്ഞാനമാക്കാൻ അറിയണം. കുറെ സയൻസും മാത്സും പഠിച്ച് നോളജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ജ്ഞാനത്തെ പരിജ്ഞാനമാക്കുന്ന എങ്ങനെയാന്ന് കുട്ടി അറിയണം. പിന്നെന്തോ ഡെവലപ്മെന്റ് ഓഫ് സ്കിൽസ് ആണ് ഇപ്പൊ ഇവിടെ കാണിച്ചതൊക്കെ. ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാനും ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാനും ഒക്കെ സ്കിൽസ് ആർ ഡെവലപ്ഡ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നത് ദാറ്റ് ഈസ് വാല്യൂസ്. ഒരു കുട്ടിക്ക് വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കുക. ആൻഡ് ദ ബേസിക് വാല്യൂസ് ആർ ലേൺഡ് ഫ്രം ഹോം. വീട്ടിൽ നിന്നാണ് വാല്യൂസ് ആ കുട്ടി പഠിക്കുന്നത്. എന്താണ് വാല്യൂസ്? ഐ എം ജസ്റ്റ് കട്ടിംഗ് ഷോർട്ട്. ഐ എം ജസ്റ്റ് ബ്രിങ്ങിങ് എവറിത്തിങ് ഇൻ ടു എ ക്യാപ്സ്യൂൾ. എന്തൊക്കെയാണ് വാല്യൂസ്? ഹു ക്യാൻ ടെൽ മീ?
When I say values of a person, കുട്ടിയുടെ വാല്യൂ അല്ല ഞാൻ ചോദിക്കുന്നത്, വാല്യൂസ് ഓഫ് എ പേഴ്സൺ എന്താണ്? പൊടിയെടുത്ത് ഫോർ ദ വാല്യൂസ് ആർക്കെങ്കിലും പറയാം? ബി ജോയ്ഫുൾ. ഒരു സെറ്റ് ഉണ്ട്, കുറെ ഉണ്ട്, പറഞ്ഞോ. ബി ജോയ്ഫുൾ, ദെൻ അവരുടെ ക്യാരക്ടർ അനുസരിച്ച് മിടുക്കനാ. പക്ഷെ അതാണോ വാല്യൂ? ജോയ്ഫുൾ ആവുക, പിന്നെ വേറെന്താ? ഒത്തിരി ഉണ്ട് വാല്യൂസ്. എന്താ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ? ജസ്റ്റ് യെൽ ഔട്ട്. എന്തൊക്കെയാ വാല്യൂസ്? പേരൻസ് അല്ലേ ഇവിടെ ഇരിക്കുന്ന എല്ലാരും? ആലോചിക്കണോ വാല്യൂസ് എന്താന്ന് പറയാൻ? ഏതാ? Being kind. Excellent. Yes, be kind. That is one value you should teach children. Being kind. Pinne. Caring. Yes. Truthfulness. Yes. Huh? Sharing. Yes. Respect. Yes. Being honest. Yes. To apologize when you feel you've made a mistake, to appreciate, to say thank you, to say sorry, to be compassionate, to support people, to have empathy, to sympathize, to make people feel that you are trustworthy. ഇതൊക്കെ വാല്യൂസ്. ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്, നിങ്ങളൊന്ന് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ നീണ്ട ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ്, read the list and ask yourself this one question: am I teaching my child all these values? Very important. നിങ്ങൾ തന്നെ ഗൂഗിളിൽ നോക്കി what are the values? വാല്യൂസ് എന്താണ്, കുട്ടികളെ പഠിപ്പിക്കേണ്ട വാല്യൂസ് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ എന്റെ കുട്ടിയെ am I teaching my child all this? എന്നൊരു one question ask yourself. എന്റെ കുട്ടി ഇതൊക്കെ മനസ്സിലാക്കിയാണോ വളർന്നത്? അതോ am I sending them to school because the system is like that? സിസ്റ്റം അങ്ങനെയാണ്, കുട്ടികളൊക്കെ സ്കൂളിൽ പോകണം. LKG തൊട്ട് you start your education. Education തീരണമെങ്കിൽ it will take another 20 years to finish and then you are educated എന്ന് പറയുന്നതാണോ? അതുകൊണ്ട് എന്റെ റെസ്പോൺസിബിലിറ്റി തീരുവോ? Ask that question to yourself. Or do you think, yes, as a parent, I play a major role in my child's life? I played a major role. ഞാനാണ് എന്റെ കുട്ടിക്ക് ജനനം കൊടുത്ത അപ്പനും അമ്മയും, കുട്ടിക്ക് ജനനം കൊടുത്ത അപ്പനും അമ്മയും ആണ് major role players in the child's life, the father and the mother. Are you guys, നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ തന്നെ ലൈഫിലോട്ട് തിരിഞ്ഞു look into your lives. Look into your bondings, husband and wife relationship, the fights you have, the love you share, the bonding. I know people who are very kind outside, who pretend to be very good people outside, but in their homes, അവരുടെ വീടുകളിൽ, they are like enemies. Ask yourself, do I have a home like that? എൻ്റെ വീട് അങ്ങനെയാണോ? Ask yourself, do I have a child living in that home? നിങ്ങളുടെ കുട്ടി അങ്ങനെ ഒരു വീട്ടിലാണോ താമസിക്കുന്നത്? You need to look into yourself, people. Look into yourself. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. I'm very happy that such schools exist. I'm very happy about it, no doubt. But the first schooling is home. And that schooling എന്ന് പറയുന്നത് കുട്ടികൾ മേജർ ആകുന്നിടം വരെ, till your child is an adult, the training has to continue. The training has to continue. അല്ലാതെ കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ ഒക്കെ തീർന്നു എന്നല്ല. The responsibility of a parent is still, it has to continue till your child is an adult. കുട്ടികളെ പഠിപ്പിക്കണം സ്നേഹം എന്താണ്. Teach them what love is.
Show them. You can't teach what love is. Love എന്നൊക്കെ പറയുന്ന ഫീലിംഗ് ഒന്നും പഠിപ്പിക്കാൻ ഒക്കത്തില്ല. You can't teach a child what love is. You have to show the child what love is. It's an action. Show the child what love is. കുട്ടികൾ ഒരിക്കലും പറയുന്നല്ല കേട്ടല്ല എടുക്കുന്നേ. അവർ കണ്ട്, they see, they watch you guys. They watch you to see what love is. They just take energy from you. പേരൻസിൽ നിന്നാണ് കുട്ടികൾ എനർജി എടുക്കുന്നത്. അത് പോസിറ്റീവ് എനർജി ആയാലും നെഗറ്റീവ് എനർജി ആയാലും they take it in from parents. If a generation is spoiled, if you have brats in a generation, I'm telling you, അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പേരൻസിന്റെ ജനറേഷന് തന്നെയാണ്. So don't, ആരും പറയരുത്, don't tell like ഇപ്പോഴത്തെ ജനറേഷൻ what is happening to this generation. Don't ask that question. We are responsible for it. If my next generation are spoiled brats, ഞാനാണ് എന്റെ റെസ്പോൺസിബിലിറ്റി. I am responsible for it. ഇവിടെ ഇരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ കുഞ്ഞുങ്ങള്, when you see teenagers killing their parents, when you see teenagers when you see people in their children in their 20s killing parents, killing siblings, raping girls, എന്തെല്ലാം, what all are we seeing in news nowadays? നമ്മൾ എന്തെല്ലാം കാണുന്നത്? Who is responsible? Schools? Governments? Who is responsible? We are responsible for it. നമ്മുടെ generation, we are responsible for it. Because we are so busy in our own lives. നമ്മുടെ ലൈഫിലൊക്കെ so busy ആണ് that how much do we care for our children? നമുക്ക് കുട്ടികളോടൊക്കെ സ്നേഹമുണ്ട്. We love our children. കുട്ടികളോടൊക്കെ സ്നേഹമുണ്ട്. പക്ഷേ ആ സ്നേഹം nothing has to be extreme. ഞാനിപ്പം കണ്ടേക്കുന്നത് എക്സ്ട്രീമോ. ഒന്നെങ്കിൽ കുട്ടികളെ ഒരു സ്നേഹവും ഇല്ലാതെ വിടും, ഇല്ലെങ്കിൽ സ്നേഹിച്ച് കുട്ടികളെ അങ്ങ് ഓവർ പ്രൊട്ടക്ട് ചെയ്ത് കുട്ടികൾക്ക് സ്വയമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ അറിയാൻ മേലാത്ത ഒരു ജനറേഷനാക്കി വാർത്തെടുക്കും. ഐ വാണ്ട് യു ഗൈസ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. ഇന്നിവിടെ കേൾക്കുന്ന പേരൻസിന് എനിക്ക് പറയാനുള്ളത്, അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. ചിൽഡ്രൻ ആർ പ്രഷ്യസ്. കുട്ടികൾ പ്രഷ്യസ് ആണ്. യു ഹാവ് ടു എഡ്യൂക്കേറ്റ് ദം ദ വേ ഇറ്റ് ഷുഡ് ബി. Do not leave them just like that, saying, okay, let the school teach them. School padipikette ennu paranju. Do not just leave them like that. It is your responsibility. Parents' responsibility. Show them what love is. Show them what kindness is. They endanu kaanichu kodukkanam. You can't teach what kindness is. You have to show what kindness is. They learn from you. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങളുടെ നെയ്ബേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അതാണ് കുട്ടികൾ കാണുന്നത്. They watch you treating the neighbors, they watch you treating friends, they watch you treating your parents, they watch you treating your in-laws. They watch everything, and that is what they take in. എനിക്ക് അറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലി, there is a boy child there. The child is only like 8 years old, and I've seen that 8-year-old child taking a stick, oru vadi eduthittu going behind the grandmother. വെല്ലിമ്മയുടെ പുറകെ അടിക്കാൻ വടി എടുത്ത് ഓടിക്കുന്നു. വെല്ലിമ്മ വീടിന്റെ ചുറ്റും കിടന്നു. She runs round her home because the boy has his 8-year-old boy has a stick and is trying to beat the grandmother. വെല്ലിമ്മ അടിക്കാനായിട്ട് കിടന്ന് ഓടിക്കുന്നു. Where is he learning all this from? പറഞ്ഞു വരുമ്പോൾ ആ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. The way parents talk. When you talk about a third person at home, മൂന്നാമത് ഒരാളെ പറ്റി കുറ്റം, always nagging, always complaints. ഇതൊക്കെ പ്രശ്നമാ കുട്ടികൾക്ക്. നിങ്ങൾ പോലും അറിയത്തില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുന്ന രീതികൾ. So teach them, show them what love is, show them what kindness is, show them what sharing is. To make them say sorry for their mistakes. അവർ പറഞ്ഞ പോരാ, നമ്മൾ മിസ്റ്റേക്ക്, even when we make a mistake, have the guts and courage to say sorry. I am so sorry. Have the guts and courage to say sorry. When your child hears, നിങ്ങളുടെ കുട്ടി അത് കേൾക്കും, നിങ്ങൾ ക്ഷമ ചോദിക്കുന്ന നിങ്ങളുടെ കുട്ടി കേൾക്കുമ്പോൾ the കുട്ടി will do it. The child will also say sorry.
ഒരു നല്ല കാര്യം, when you see somebody doing something good, say that it is good, great job, നന്നായിട്ടുണ്ട്, great job പറയണം. You should say that. Appreciate people, learn to appreciate people. Your child will hear that. The child will see the parent appreciating people. The child will grow the same way. The child will appreciate people, will learn to appreciate people. നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കും. When you respect people, your child will learn how to respect people. So these are all actions that you have to do. ഇതെല്ലാം ആക്ഷൻസ് ആണ് നമ്മൾ വീടുകളിൽ ചെയ്യേണ്ടത്. പുറത്തു പോകുമ്പോൾ നല്ല ആൾക്കാരായിട്ട് നിൽക്കുകയും വീടിനകത്ത് മറ്റൊരു സ്വഭാവം കാണിച്ചാൽ നോട്ട് ഗുഡ്. ഡ്യുവൽ പേഴ്സണാലിറ്റി ആയിട്ട് നിൽക്കരുത്. നെവർ ലിവ് ദാറ്റ് വേ. ഡ്യുവൽ പേഴ്സണാലിറ്റി ആയിട്ട് പുറത്തു പോകുമ്പോൾ വി ഓൾ ബിഹേവ് സോ വെൽ, വെരി പോളിഷ്ഡ്, വെരി വെൽ ബിഹേവ്ഡ്, വെരി വെൽ സ്പോക്കൺ. എല്ലാം നല്ല സൗമ്യതയും വളരെ നന്നായിട്ട് സംസാരിക്കാനും പെരുമാറാനും ഒക്കെ നമുക്ക് പുറത്തു പോകുമ്പോൾ നമ്മൾ ചെയ്യും. വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കിന് നമ്മളുടെ ആ കറക്റ്റ് സ്വഭാവങ്ങളും സംസാര രീതിയും എല്ലാം വീട്ടിൽ വന്നു കഴിയുമ്പോൾ പറയും. ഞാനിങ്ങനെ ആൾക്കാരോട് ചോദിക്കും, വൈ ഡു യു ഡു ദാറ്റ്, അതെന്താ അങ്ങനെ ചെയ്യുന്നു, വൈ ഡു യു ഹാവ് ടു ഡു ദാറ്റ് എന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ, എന്റെ വീട്ടിൽ ഞാനായിട്ട് എനിക്ക് ബിഹേവ് ചെയ്യല്ലോ എന്ന് ചോദിക്കും. ഇറ്റ് ഈസ് മൈ ഹോം, എന്റെ വീട്ടിൽ പിന്നെ ഞാനല്ലാതെ വേറെ എങ്ങനെയാണ്? ഐ ആസ്ക് വൺ ക്വസ്റ്റ്യൻ, അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് യുവർ പേഴ്സണാലിറ്റി? നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്? നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ is it something that you show outside or is it the way that you behave in your homes? ഏതാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്? ഹോംസ് അല്ലേ? വീട്ടിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, the way you behave in your homes, that is your personality, not the pretenders, not what you show outside. വെളിയിൽ പോയി എല്ലാവരും യു സപ്പോർട്ട് എവറിബഡി ഔട്ട്സൈഡ്, വെളിയിൽ പോയി എല്ലാവരും ഹെൽപ്പും ചെയ്ത് സപ്പോർട്ടും ചെയ്ത് വീട്ടിൽ വന്നിട്ട് ഒച്ചയും വെച്ച് യു യെൽ ടു യുവർ വൈഫ്സ്, യു യെൽ ടു യുവർ ഹസ്ബൻഡ്സ്, വന്നുള്ള അബ്യൂസീവ് വേർഡ്സ് പറഞ്ഞ് ഫിസിക്കൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ് എല്ലാം ചെയ്ത് വീടിനകത്ത് കാണിക്കുന്നത്, ആ പേഴ്സൺ വെളിയിൽ വരുമ്പോൾ ഔട്ട്സൈഡ് ദേ ആർ വെരി വെൽ ബിഹേവ്ഡ്. ഐ ഹോപ്പ് ദർ ഇസ് നോബഡി ലൈക്ക് ദാറ്റ് ഔട്ട് ഹിയർ. നിങ്ങൾ വീട്ടില് see that at home you are well behaved, because that is what your personality is. If you cannot behave well at home, you will only to an extent behave well outside, and you'll be a very stressed person. Stress and frustration ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും നിങ്ങൾ വീടിനകത്ത് എപ്പോഴും. നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസ്, if you do not know how to deal with it, how can you teach a child to deal with stress and frustrations? Education, this is what education is, I'm telling you. This is what education is. I have people coming to me, engineers coming to me telling that I am on the verge of suicide. Enikku chaagan thonnu. I want to die. Well educated people. I ask them for what? They cannot cope with the stress they have in their office. They cannot cope with the stress they have at home. I just want to die. This is what they say. Well-educated people, I'm talking about well-educated people. നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. Think one thing. Do you want your children to be well-educated, stressed and frustrated? Or do you want to be your children to be well-educated and to know how to deal with stress and frustrations, to know how to live their life? That's most important thing. They should know, avarku ariyanam engane jeevitham jeevikkanam nu ariyanam. Jeevikkan padipikkanam pillare, jeevikkan padipikkanam. Teach them how to live their lives. Jeevikkan padipikade education മാത്രം കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ തന്നെ അവരിൽ മുമ്പിൽ ഭാവിയിൽ കരയുന്ന കണ്ടിരുന്ന് നിങ്ങൾക്കും വിഷമം തോന്നും. Life is not easy. Life is tough, but life is simple, life is beautiful. എന്ന് പറയുന്നു പിള്ളേരോട്, and show them how to live their lives. Get it, ladies and gentlemen? I hope you understand this. Schools are good. It's time, yeah? Schools are good. Schools are great. ഇതുപോലത്തെ സ്കൂൾസ് പൂർണ്ണോദയ പോലത്തെ സ്കൂൾസ് ഇനി ഉണ്ടാവട്ടെ.
Great job, Anish, Maya and the whole team out here. Great job. A great job പറയുമ്പോഴും one thing I want to tell the parents in order is that education starts from home. Teach them how to deal with stress. Teach them how to deal with frustrations. Teach them how to love. Teach them how to be kind. Teach them how to share. Teach them what empathy is. Teach them what compassion is. ഇതെല്ലാം വീട്ടിൽ നിന്ന് പഠിക്കണം. വീട്ടിൽ നിന്ന് പഠിക്കണമെങ്കിൽ എഴുതി വെച്ച് ഇതാണ് empathy, this is kindness. You can't ask them to write 10 times what love is. You have to show what love is. You have to show what empathy is. You have to show how to deal with stress. You have to show what kindness is. You have to show them, like tell them how to apologize. You have to teach them how to apologize. You have to teach them to say thank you. Thank you പറയാൻ പഠിപ്പിക്കണം. നന്ദിയുള്ളവരായിട്ട് നിൽക്കാനായിട്ട് thank you പറയാൻ. Teach them to say thank you. Teach them to appreciate people. Teach them to see in goodness of people. ആൾക്കാരുടെ നന്മ കാണാൻ പഠിപ്പിക്കണം. മനുഷ്യനായിട്ട് പിള്ളേരെ വളർത്തണം. മനുഷ്യനെ മനസ്സിലാക്കാൻ തക്കവണ്ണം പിള്ളേരെ വളർത്തണം. അതാണ് എഡ്യൂക്കേഷൻ. So ladies and gentlemen, think about it. നിങ്ങളുടെ വീടാണ്, your house is the first school. If you don't behave well in your homes, don't expect your child to behave well in your home and in the society. ഓർത്തോ, നിങ്ങളെ വീട്ടിൽ നന്നായി പെരുമാറി നന്നായി നിൽക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഡോണ്ട് എക്സ്പെക്ട്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് നിങ്ങളുടെ കുട്ടികൾ നന്നായി വരുമെന്ന് എക്സ്പെക്ട് ചെയ്യരുത്. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ കണ്ടാണ് വളരുന്നത്. നന്നായി വന്ന ബോണസ് എന്ന് കരുതിയാൽ മതി. So I hope I'm clear, ladies and gentlemen. Am I clear, ladies and gentlemen? Right? So thank you for listening to me, and I hope that you will think about it and you will change. We have to change. We have to learn new things. If I ask you, ഒരു പത്ത് ലൈൻ, if I ask you, നിങ്ങളുടെ സ്ട്രെങ്ത് എന്തുവാ, നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് കാണും. ഈ സെയിം തിങ് ഞാനൊരു 5 years കഴിഞ്ഞ്, if I ask you after 5 years, now tell me what is your strength and weakness എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീക്ക്നെസ്സസ് നിങ്ങൾ സ്ട്രെങ്ത് ആക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടി വരും. നമ്മൾ ഏജ് ആവുമ്പം, ആസ് യു ഏജ്, ബി ബെറ്റർ വേർഷൻസ് ഓഫ് യുവർ സെൽഫ്. Be better versions of yourself. Don't ever say that I am not willing to change. You have to change. Everyone has to change. Be learners. Ennum learners ആയി എന്നും പഠിക്കുന്നവർ, ജീവിതം പഠിക്കുന്നവരായി, ബിഹേവ് ചെയ്യാൻ പഠിക്കുന്നവരായിട്ട്, എന്നും പഠിക്കുന്നവരായിട്ട് നിന്ന് better versions ആയി മാറുക. And that way your children will grow up to be better human beings, well educated, better human beings, good for the society. Get it? So thank you, ladies and gentlemen. Thank you for listening to me. Vidyanike